പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീടിന് ചുറ്റുപാടും നമ്മുടെ വീട്ടിൻ്റെ പറമ്പുകളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ നിത്യ കല്യാണി എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഇവിടെ ഇതിനെ അട്ടനാറി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ആർക്കും വേണ്ടാതെ കിടന്ന ഒരു ചെടിയാണിത്. പക്ഷേ ഇത് ഇപ്പോൾ ഒരുപാട് പേര് ഗാർഡനിൽ പൂച്ചെടികളുടെ കൂട്ടത്തിൽ നിർത്തുന്നുണ്ട് കേട്ടോ. അത് നാടനാണെങ്കിലും അതുകൂടാതെ ഹൈബ്രിഡ് ആണെങ്കിലും പല ടൈപ്പിലുള്ള പല രീതിയിലുള്ള കളറിലെ പല മോഡലിലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ പൂന്തോട്ടങ്ങളിൽ ഇത് നമ്മളുടെ ഗാർഡനിലെ പൂവാണ്. നമ്മുടെ ഗാർഡനിൽ നമ്മൾ തന്നെ നാടനായിട്ടുള്ള ഒരു 2 ചെടി നമ്മളതിലുണ്ട് കേട്ടോ. പക്ഷെ പിന്നെ ഉള്ളതെല്ലാം അമ്മേരെ വീട്ടിലാണെങ്കിൽ അവിടെ ആണെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട്. നമ്മൾ രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഈ നിത്യ കല്യാണിയെ കുറിച്ച് നമ്മൾ വായിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഇതിന് ഇത്രത്തോളം ആയുർവേദ ഗുണങ്ങളുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അത് നിങ്ങൾക്ക് കൂടി ഞങ്ങൾ ഇന്ന് പങ്കുവയ്ക്കുകയാണേ. നമ്മുടെ ഇന്ത്യയുടെ തന്നെ സ്വന്തം ചെടിയാണ് കേട്ടോ നിത്യ കല്യാണി. നിത്യ കല്യാണിയുടെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് കഥാറന്തസ് പുസില്ലസ് എന്നാണ് കേട്ടോ. എങ്കിലും സാധാരണ കേരളത്തിൽ നട്ടുവളർത്തപ്പെടുന്നതിൻ്റെ ശാസ്ത്രീയ നാമം പറയുന്നത് കഥാറന്തസ് റിസിയോസ് എന്നാണ് കേട്ടോ. വളരെ ഔഷധഗുണമുള്ള ചെടിയാണിതെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഇത് നമ്മുടെ അർബുദത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ നമ്മുടെ ഈ അർബുദത്തിനായിട്ട് വിൻഗ ആൽക്കലോയിഡ് എന്ന് പറയുന്ന ഒരു ഔഷധം നമ്മുടെ ഈ ചെടിയിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു അജ്മാക്ലിൻ എന്ന മരുന്നും ഈ ചെടിയുടെ വേരുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ബംഗാളിൽ ഇത് നയൻതാര എന്നറിയപ്പെടുന്നു. എല്ലാ ഋതുക്കളിലും ഇത് പൂക്കുന്നത് കൊണ്ടാണ് ഇതിനെ നിത്യ കല്യാണി എന്ന് പറയുന്നത്. നിത്യ കല്യാണി വീട്ടിലുണ്ടെങ്കിൽ ഐശ്വര്യം വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിത്യ കല്യാണി എന്ന് പറഞ്ഞാൽ കല്യാണി എന്ന് പറഞ്ഞാൽ കല്യാണം എന്നൊരു വാക്കുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഇതുള്ള വീടുകളിലൊക്കെ പെട്ടെന്ന് കല്യാണം നടക്കുമെന്നൊരു വിശ്വാസം കൂടി പൊതുവെ പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും യഥാർത്ഥ കാരണമൊന്നും നമുക്കറിയത്തില്ല. ഇതൊക്കെ പറഞ്ഞു കേട്ട അറിവുകളാണ് കേട്ടോ. ഏത് കാലാവസ്ഥയിലും ഈ ചെടി നല്ല രീതിയിൽ പുഷ്പിക്കും. നമ്മുടെ ഈ ചെടി നിത്യകല്യാണി, ഉഷ മലരി എന്നീ സംസ്കൃത നാമങ്ങൾക്ക് പുറമെ കേരളത്തിൽ ഈ ചെടി അഞ്ചിലത്തെറ്റി, കാശിത്തെറ്റി, പാണ്ടിറോസ, പിന്നെ ചുമ്പുടു എന്നീ പേരുകളിലും അറിയപ്പെടാറുണ്ട്. ശവക്കോട്ടകളിൽ നട്ടുവളർത്താറുള്ളത് കൊണ്ട് ചുടുകാട്ടുമുല്ല, ശവക്കോട്ടപ്പച്ച എന്നും പേരുകളുണ്ട് കേട്ടോ. ശവന്നാറി എന്ന പേരുമുണ്ട്. പ്രധാനമായും പിങ്ക്, വെളുപ്പ് എന്നീ 2 നിറങ്ങളിൽ കാണപ്പെടുന്നതിനാൽ കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇതിനെ ആദോം ഔവേം എന്നും വിളിക്കാറുണ്ട്. ഹിന്ദിയിൽ സദാബഹാർ, മറാഠിയിൽ സദാഫുലി, ബംഗാളിയിൽ നയൻതാര, കന്നഡയിൽ സദാപുഷ്പ എന്നിങ്ങനെയാണ് നാമങ്ങൾ. പുരാതന കാലത്ത് വിഷമായും ലഹരി മരുന്നായും ഈ ചെടി ഉപയോഗിച്ചിരുന്നു. കേരളത്തിൽ സർവ്വസാധാരണയായി വളരുന്ന ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ നിത്യ കല്യാണി എന്ന് പറയുന്ന ഈ ചെടി. പൂന്തോട്ടത്തിൽ ചെടിയായി വളർത്തുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ് നമ്മുടെ നിത്യ കല്യാണി. നല്ല പച്ച നിറമുള്ള ഇലകളും മേൽഭാഗം മിനുസമുള്ളതുമാണ് ഇതിൻ്റെ ഇലകൾ കേട്ടോ. ചെറിയ പൂക്കളാണ്. സാധാരണ രീതിയിൽ ഹൈബ്രിഡിന് മുമ്പുണ്ടായിരുന്നതെല്ലാം ചെറിയ പൂക്കളായിരുന്നു. പയറുപോലെ നേർത്ത് നീണ്ടു കാണുന്ന ഫലത്തിൻ്റെ ഉള്ളിൽ അനേകം വിത്തുകൾ ഉണ്ടായിരിക്കും. അത് നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ തൈ ഉൽപ്പാദിപ്പിക്കാനൊക്കെ നമുക്ക് കഴിയുന്നതാണ്. കേരളത്തിൽ ഇത് പൂച്ചെടിയായും വളർത്തുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. വിത്ത് മുളപ്പിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സാധാ ഈ സസ്യത്തിൻ്റെ ഈ ചെടിയുടെ കമ്പ് മുറിച്ച് നട്ടോ ഒക്കെ നമുക്കിതിൻ്റെ മറ്റൊരു ചെടി നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ നട്ട് വളർത്തിയെടുക്കാൻ കഴിയും കേട്ടോ. നമ്മുടെ നിത്യ കല്യാണിയെ അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കും കേട്ടോ. അതിൻ്റെ വിൻബ്ലാസ്റ്റിൻ, വിൻക്രീസ്റ്റീൻ തുടങ്ങിയ മരുന്നുകൾ ഈ ചെടിയിൽ നിന്നുണ്ടാക്കുന്നുണ്ട്. ചെടിയുടെ ഉപയോഗം രക്തത്തിലെ രക്താണുക്കളുടെ എണ്ണം കുറയ്ക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നുള്ള പരീക്ഷണങ്ങളാണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഇതിൻ്റെ ആൽക്കലോയിഡുകൾ ഉപയോഗിക്കാം എന്ന നിഗമനത്തിലെത്തിച്ചത്. ഇന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ മരുന്ന് നിർമ്മിച്ചു വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ചെടി വശം. രക്തസമ്മർദ്ദവും രക്തത്തിലെ പഞ്ചസാരയും കുറയ്ക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഇല ഇടിച്ചു പിഴിഞ്ഞ് നീരു കഴിച്ചാൽ മൂത്രാശയ രോഗങ്ങൾ മാറിക്കിട്ടും. ചെടി ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ വയറിളക്കം, കൃമി എന്നിവ ഇല്ലാതാകും കേട്ടോ. മുറിവിൽ നിന്നും ഉണ്ടാകുന്ന രക്തപ്രവാഹം നിർത്താൻ ഇതിൻ്റെ അരച്ച് വെച്ച് കെട്ടിയാൽ ഈ നമ്മുടെ ഈ ഇലയുണ്ടല്ലോ അത് അരച്ച് വച്ച് കെട്ടിയാൽ അത് മാറുമെന്ന് പറയുന്നു. പ്രമേഹം ചികിത്സയ്ക്കുള്ള നാടൻ മരുന്നായി ശവന്നാറി ചെടിയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് ഉപയോഗിക്കുന്നുണ്ട്.
ചവന്നാർ ചെടിയുടെ ഇലകൾ പ്രമേഹത്തിന് ഉത്തമ മരുന്നായി ആയുർവേദ ആചാര്യന്മാർ തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ളതായി പറഞ്ഞു കേൾക്കുന്നു. നമ്മുടെ ഈ നിത്യ കല്യാണിയെ കുറിച്ച് ഞങ്ങൾ വായിച്ചറിഞ്ഞ വിവരങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. നമ്മുടെ നാടനല്ലാതെ ഇതുപോലുള്ള ഹൈബ്രിഡ് ചെടികൾ നല്ല ഭംഗിയുള്ള ചെടികളാണ്. നോക്കി ഇതിൻ്റെ ചെടികളത്തിന് വലിപ്പം, പൂക്കളത്തിന് വലിപ്പം ഉണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അത് നല്ല ഭംഗി, നമുക്കും വാങ്ങി നടണം. അപ്പോൾ കൂട്ടുകാരെ, ഇതിന്റെ ബാക്കി വെറൈറ്റികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്